ഗംഗാതരംഗം എന്ന പേരിൽ 2 ദിവസമായി കോഴിക്കോട്ട് നടക്കുന്ന ചലച്ചിത്ര ശില്പശാല സമാപിച്ചു. നിർമ്മാതാവും മാതൃഭൂമി ഫുൾ ടൈം ഡയറക്ടറുമായിരുന്ന PV ഗംഗാധരന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ചതാണ് ശില്പശാല. ഗംഗാതരംഗം അക്ഷരാർത്ഥത്തിൽ PV ഗംഗാധരൻ അനുസ്മരണമായി മാറി. തന്നെ സൂപ്പർ സ്റ്റാറാക്കിയ മഹാനാണ് PVG എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ കരഘോഷമായിരുന്നു സദസ്സിൽ. സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ. എന്റെ ജീവിതമാണ് അവിടെ ആരംഭിച്ചത്. നിലയ്ക്കാത്ത ഓർമ്മകളുമായി ശബ്ദരൂപത്തിൽ MT വാസുദേവൻ നായരും എത്തി. അദ്ദേഹം നമ്മുടെ സ്മരണകളിൽ ഓർമ്മകളിൽ നിലനിൽക്കുന്നതാണ്. വൈകാരിക ബന്ധം പങ്കുവെച്ച് സത്യനന്ദിക്കാടും വാചാലനായി. ഗംഗേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് തന്നെക്കാൾ ചെറിയവനായിട്ട് ഒരാളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെക്കാൾ ചെറുതായിട്ട് ആരുമില്ല, ഞാനാണ് ഏറ്റവും താഴെയാണ് എന്ന രീതിയിൽ മാത്രമേ ഗംഗേട്ടനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് PVG ആയിരുന്നുവെന്ന് കൈതപ്രം. പാട്ട് എന്ന് കേട്ടിട്ടുണ്ട്. 67 എൻ്റെ ഒരു വഴി തെറ്റിച്ചുള്ള അല്ലെങ്കിൽ വഴി കൃത്യമാക്കിയിട്ടുള്ള ബോംബെയിൽ വീണ ഗാന സംവിധായകൻ്റെ അടുത്തേക്ക് എന്നെ ഒരു പാട്ടെഴുതാൻ വേണ്ടി എന്നെ ആദ്യം കൂട്ടിക്കൊണ്ടുപോയത് ഗംഗാട്ടാണ്. അബ്ദുസമദ് സമദാനി, ആര്യാടൻ ഷൗക്കത്ത്, ജിയോ ബേബി, മയൂര ശ്രേയംസ് കുമാർ, മേയർ ബീന ഫിലിപ്പ്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA തുടങ്ങിയവർ അനുഭവങ്ങൾ ഓർത്തെടുത്തു. അഭ്രപാളിയിലേക്കല്ല, പകരം സിനിമ എന്ന കുടുംബത്തിലേക്കാണ് PVG കൂട്ടിക്കൊണ്ടുവന്നതെന്ന് നടി സംയുക്ത വർമ്മ പറഞ്ഞു. സിനിമ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു മായിക ലോകമല്ല, സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു കുടുംബമാണ് ശരിക്കും. കാരണം അങ്ങനെ ഉള്ള ആൾക്കാരാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്, അങ്ങനെ ഒരു കുടുംബമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. അതുപോലെയല്ല എൻ്റെ പിതൃതുല്യരായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാർ. സിനിമയിൽ നിന്ന് മുഴുവൻ എല്ലാം തുടങ്ങിയിരിക്കണം. മച്ചാട് വാസന്തിക്കുള്ള സഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. ശില്പശാലയിൽ നിർമ്മിച്ച മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം സുരേഷ് ഗോപി വിതരണം ചെയ്തു. ഒരു വടക്കൻ വീരഗാഥയുടെ LP ഡിസ്കും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിധീഷ് സ്വാഗതം ആശംസിച്ചു. PVGയുടെ മകൾ ഷെനൂഗ ചടങ്ങിന് നന്ദി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.